നല്ല മഴയാണ്. ഈ മഴയത്ത് കാടിനുള്ളില് നല്ല തോട്ടിലിരുന്ന് ഇങ്ങനെ ഈ മഴയും കാറ്റും പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ നല്ല രസമല്ലേ. അപ്പം ഞാൻ അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ. എരുമപ്പെട്ടിയിലെ കടങ്ങോട് മല്ലൻകുഴി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ്. നല്ല ഭംഗിയാണ്. ഒരുപാട് ആളുകൾ വന്നിട്ട് കുളിക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്. മാത്രമല്ല വെള്ളത്തിൻ്റെ ശക്തി ഉണ്ടെങ്കിലും അത്ര വലിയ ഒഴുക്കൊന്നും പറയാനില്ല. എന്തായാലും നമുക്ക് കുറച്ച് സമയമൊക്കെ ആസ്വദിക്കാം. കുട്ടികളായിട്ട് വന്നാലും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഞാൻ അവിടുത്തെ കുറച്ച് കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. മല്ലൻകുഴിയിലേക്കുള്ള വഴിയാണ് കേട്ടോ ഈ കാണുന്നത്. നിറച്ച് റബ്ബർ തോട്ടമാണ്. ഈ റബ്ബർ തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ വേണം പോവാൻ. ശരിക്കും കാടാണ് കേട്ടോ. നല്ലൊരു ഫീലാണ് ഇവിടെ വരുമ്പോൾ. പിന്നെ ഒറ്റയ്ക്ക് വരാതിരിക്കുകയാണ് നല്ലത്. ഈ റോഡിലൂടെ വരുമ്പോൾ ബൈക്കിനാണെങ്കിൽ സുഖമായിട്ട് വരാം, കാറൊക്കെ ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ വലിയ വാഹനങ്ങളാണെങ്കിൽ കുറച്ച് അകലെ പാർക്ക് ചെയ്തിട്ട് നടന്നു വരികയായിരിക്കും നല്ലത് കേട്ടോ. അങ്ങനെ നമ്മളിത് ഈ റോഡ് നടന്നു ചെല്ലുമ്പോൾ ആദ്യം കാണുന്നതാണ് ഈ മല്ലൻകുഴി ചോല. നല്ല ഭംഗിയാണല്ലേ കാണാൻ. നല്ല മഴ ആയതുകൊണ്ട് ഇവിടെയൊക്കെ കാണാൻ നല്ല രസമാണ്. ചുറ്റും റബ്ബർ തോട്ടും കാടും മേടും. ശരിക്കും പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലം. നല്ല തണുപ്പുണ്ട്. നിറയെ പാറക്കെട്ടുകളാണ് കേട്ടോ. വലിയ ആഴമില്ലാത്തതുകൊണ്ട് തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ വെള്ളത്തിൽ ഇറങ്ങി നിന്നിട്ട് കളിക്കാനും കുളിക്കാനും ഒക്കെ സൗകര്യമുണ്ട്. അടിയിൽ കുണ്ടും കുഴിയൊന്നുമില്ല, സേഫാണ്. പക്ഷേ ഈ പാറയിൽ കുറച്ച് വഴുക്കലുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം, അത്രേ ഉള്ളൂ. ആദ്യം ഇവിടെ പ്രദേശവാസികൾ മാത്രമാണ് വന്നിരുന്നത്. പക്ഷേ ഇതുപോലുള്ള വീഡിയോസ് ഒന്ന് കണ്ടറിഞ്ഞിട്ടും അല്ലെങ്കിൽ കേട്ടറിഞ്ഞിട്ടൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും ഇപ്പോൾ ഫാമിലീസും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് ഈ ഒരു സ്ഥലത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. പിന്നെ മഴ സമയത്ത് വരികയാണെങ്കിൽ ഏറ്റവും ബെറ്റർ. കാരണം ഇങ്ങനെ വെള്ളം നിറഞ്ഞ് ഇവിടെയൊക്കെ പച്ചച്ച് കാണുമ്പോഴാണ് നമുക്ക് ആ ഒരു ഫീല് ശരിക്കും ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ വരികയാണെങ്കിൽ ഈ മഴ സീസണിൽ തന്നെ വരണം. വേനൽക്കാലത്ത് വന്നിട്ട് ഒന്നും കാണാനില്ല, ഇപ്പം തന്നെ വരണം. അങ്ങനെ നമ്മൾ ഇവിടുന്ന് കുറച്ചും കൂടി മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ മല്ലങ്കാവ് കാണാം. ഇതാണ് മല്ലങ്കാവ്. ഇവിടെ എല്ലാ ദിവസവും നട തുറക്കില്ല. മലയാള മാസത്തില് 1-ാം തീയതി മാത്രമാണ് നട തുറന്നിട്ട് പ്രത്യേക പൂജയും വഴിപാടുകളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അമ്പലത്തിൽ തൊഴണമെന്നുള്ളവർക്ക് 1-ാം തീയതി നോക്കി വന്നോളൂ കേട്ടോ. ഇവിടുത്തെ പ്രതിഷ്ഠ മല്ലനാണ്, അതായത് ശിവഭഗവാൻ. പിതൃബലിതർപ്പണത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ്. ആ ഒരു സമയത്ത് ഒരുപാട് പേരെ ബലിതർപ്പണം ചെയ്യാനായിട്ട് ഇങ്ങോട്ട് വരാറുണ്ട്. പിന്നെ ഈ ക്ഷേത്രത്തിന് ചുറ്റും നിറയെ തോടുകളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെയാണ് കേട്ടോ. കണ്ടില്ലേ, ഒരുപാട് കുട്ടികൾ കളിക്കുന്നുണ്ട്, വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്നുണ്ട്. ഫുള്ള് വെള്ളം കാടും മേടും ഒക്കെ ആയിട്ടുള്ള കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലം. വലിയൊരു കുളമുണ്ട്, ചെറിയ പടവൊക്കെ ആയിട്ടുള്ള കുളം. വലിയ കുളമാണ്, പക്ഷേ കുളം ഉപയോഗശൂന്യമായിട്ട് കിടക്കുകയാണ്. നിറയെ പായലും ചണ്ടിയൊക്കെ വന്ന് കിടക്കുകയാണ്. പക്ഷെ വൃത്തിയാക്കി കഴിഞ്ഞാൽ സൂപ്പർ കുളമാണ് കേട്ടോ. പക്ഷെ എനിക്ക് തോന്നുന്നു കുളത്തിന്റെ അവിടേക്ക് ആരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല എന്ന് തോന്നുന്നു. അപ്പോൾ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങളോട് ഒരുപാട് ഇഷ്ടമുള്ളവർക്കൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ മല്ലൻകുഴി. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ നമുക്ക് വന്നിട്ട് കുറച്ച് നേരം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളവരെ ഈ സ്ഥലം ഒന്നുകൂടി നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. എരുമപ്പെട്ടി കടങ്ങോട് അക്കിക്കാവ് പാതയിൽ നിന്ന് സ്വാമിപ്പടിയിൽ നിന്ന് 2 കിലോമീറ്റർ പോന്നു കഴിഞ്ഞാൽ നമുക്ക് മല്ലൻകുഴിയിലെത്താം.